കുമാരന്റെ വീടല്ലേ ഇത്? അതെ. ആ, അവനല്ലേ ഇവിടെ? ഇല്ല, ജോലിക്ക് പോയിരിക്ക ടൗണില്. എന്നാ പോയത്? 3 ദിവസമായി. ഒറ്റയ്ക്കാണോ അതോ കൂടാരിലുണ്ടോ? അവന്റെ ഒരു കൂട്ടുകാരൻ ദാസിന്റെ കൂടെയാ പോയിരിക്കുന്നത്. ദാസ്, ദുർഗാദാസ് അല്ലേ? അതറിയില്ല. ഇനി എന്നാ മോൻ വരണേ? വരണെന്ന് എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഭർത്താവിന് എന്താ പണി? മരിച്ചുപോയി. പിന്നെ അവൻ എപ്പോ വന്നാലും ഉടനെ സ്റ്റേഷനിലേക്ക് എത്താൻ പറയണം. എന്താ കാര്യം സാർ? ആവശ്യമുണ്ട്. എന്താ അമ്മേ? എനിക്കറിയില്ല മോളെ. കുമാരൻ അന്വേഷിച്ച് വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇനി ചിലപ്പോ റോഡ് പണിയുടെ ഭാഗമായിട്ട് വല്ലതും അന്വേഷിക്കാൻ വന്നതാവോ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ദേവി, എന്റെ കുട്ടനെ കാത്തോളനെ. ഞാനില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോണം, അമ്മയെ കാണണം. ഇല്ല, നീ എങ്ങും പോകുന്നില്ല. ഇത് എന്റെ തീരുമാനമാണ്. ചോര കണ്ട് അറപ്പും വെറുപ്പും മാറിയ കൈകളായത്. കൊന്നുകളയും ഞാൻ. ദുർഗേ, അവനൊരു പാവ. നിനക്കെന്താ ഇവനോട് സെന്റിമെന്റ്സാ? നിന്നോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ദുർഗ. പിന്നെ നീ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പോകൂ. എന്നാ ഞാൻ പോയിക്കോട്ടെ. നീ എന്തിനങ്ങനെ വിഷമിക്കണേ? ഈ തൊഴിലിൽ തന്തയും തള്ളയും ബന്ധങ്ങളൊന്നുമില്ല. ഈ തൊഴിലിനൊറ്റ മിത്രമേ ഉള്ളൂ, മരണം. മരണത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. കുമാര, മരണം സൗന്ദര്യമാണ്. മരണത്തെ വശ്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായി സങ്കല്പിച്ചു നോക്ക്. ആരെയും മോഹിപ്പിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന സൗന്ദര്യം. വിടർന്ന കണ്ണുകളും ചുവന്ന കവിൾത്തടങ്ങളും മധുരിക്കുന്ന ചുണ്ടുകളും ഇടതൂർന്ന മുടിയും. ദാസേട്ടൻ എന്നെ കൊണ്ടുപോയത് ഈ ജോലിക്കായിരുന്നു. അങ്ങനെ ചെയ്തത് ഇല്ല, ഇല്ല. അയ്യോ, എനിക്ക് എന്റെ കുട്ടി എവിടെയെങ്കിലും പോയി ഒളിച്ചോ. ഒട്ടേഷൻ പണി കഴിഞ്ഞ് കാശ് വാങ്ങിച്ച് വിശ്രമിക്കാൻ പേടിക്കണ്ട, നമ്മൾ കൊന്നതിന് ഒരു തെളിവുമില്ല. ആരും തെളിവ് പറയില്ല. ഏറിയാൽ 10 ദിവസത്തെ റിമാൻഡ്. അതിനുള്ളിൽ ഫോൺ വരും, പണം വരും, വക്കീൽ വരും, ജാമ്യം കിട്ടും. നീ അമ്മയെ കാണാൻ പോയതുകൊണ്ടാ എല്ലാവരും പെട്ടത്. ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയരുത്. തല പോയാലും. മനസ്സിലായോ? സത്യം പറടാ.
ആരെ കൊട്ടേഷനെ കള്ള കഴിവാണോ മോനെ? പറയാൻ ആരാ നിങ്ങളുടെ പിന്നില്? പദമാണോ, രാഷ്ട്രീയമാണോ, പകയാണോ, അതോ പണമാണോ? അമ്മേ, എന്താ ഇത്? എന്താ ഇവിടെ ഇരിക്കണേ? ദാ തിരി കെട്ടല്ലോ. അമ്മ എഴുന്നേറ്റേ, വാ. കുട്ടൻ വിളിച്ചതുപോലെ തോന്നി. അവനെ തല്ലിക്കാണോ പോലീസുകാര്? ഏയ് ഇല്ല, ദേവി കാത്തോളും. അമ്മേ, നീ ആ തിരിയൊന്ന് കത്തിക്ക്. വാ അമ്മേ, പോവാം. ഈ പ്രശ്നത്തിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ എന്നെ പോലെ ഒരാൾക്ക് ഇടപെടാൻ പറ്റിയ പ്രശ്നമാണോ ഇത്? എന്നോട് ഇത്തിരി ദയവ് കാണിക്കണം. ഒന്ന് വിളിച്ച് സ്റ്റേഷനിൽ പറഞ്ഞാ മതി. എന്തോ എന്തു പറയാൻ? സാറേ, കുമാരൻ ഇത് മനഃപൂർവ്വം ചെയ്യില്ല. അവൻ അത്രക്കാരനല്ല. ആരോ അവനെ ചതിച്ചതാ. ആരോ ചതിച്ചതല്ല, അവന്റെ കൂട്ടുകാരൻ തന്നെ ചതിച്ചതാ. ഒരു ദിവസം അവനും കൂട്ടുകാരും കൂടി ഇവിടെ വന്നിരുന്നു എന്നെ കഴിവേറ്റാൻ. കോടതി റിമാൻഡ് ചെയ്യും, അനുഭവിച്ചോട്ടെ. ഭർത്താവില്ലാത്ത ഇവർക്ക് ആകെ ഒരു തുണയായിട്ടുള്ളത് അവനാ കുമാരൻ. അവൻ എന്തെങ്കിലും പറ്റിയ... എടോ മുത്തപ്പ, എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ വാർഡിൽപ്പെട്ട താമസക്കാരല്ലല്ലോ ഇവര്. ഞാന് ഇവിടെ തിരക്കില. കമ്പനിയുടെ പണി, റോഡിന്റെ നിർമ്മാണം, അങ്ങനെ പഞ്ചായത്തിന്റെ 100 കൂട്ടം പ്രശ്നങ്ങളായിട്ട് ഞാൻ തിരക്കിലാണ്. നിങ്ങൾ ഈ കാര്യം പറഞ്ഞ രാവിലെ തന്നെ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ഒരു ഛേദമില്ലാത്ത ഉപകാരമല്ലേ? സാറിന് പുണ്യം കിട്ടും. പിന്നെ വാടക ഗുണ്ടകളെയും കൊലയാളികളെയും സംരക്ഷിക്കലാണല്ലോ എന്റെ പണി. അയ്യോ സാർ, അങ്ങനെ പറയരുത്. എനിക്ക് അതിനുള്ള ഒഴിവില്ല, ഇറങ്ങിപ്പോ. അല്ല സാറേ, വിളിച്ചു കൊണ്ടുപോടേനെ. മുത്തപ്പ, ഇനി എങ്ങോട്ടാ പോവാ മുത്തപ്പ? ഇനി ഇനി എന്താ ചെയ്യാ? തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചന്ദ്രോത്ത് രാമനാഥൻ കൊലപാതക കേസിൽ അറസ്റ്റിലായ അറക്കൽ ദുർഗാദാസ്, കീരിക്കൽ ആന്റണി, ചാരുപറമ്പൻ വാസു, മേലേടൻ റഷീദ്, കളരിക്കൽ കുമാരൻ എന്നീ പ്രതികളെ 14 ദിവസത്തേക്ക് ഈ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഞാനത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. ആരെങ്കിലും ചതിച്ചതാവും. അമ്മയുടെ സ്ഥിതി വളരെ മോശ. രാത്രി ഉറക്കം തീരെയില്ല, എപ്പോഴും ആദ്യ. ഇനിയിപ്പോ ജാമ്യം എടുത്താലും കേസ് നടത്താനായി കാശ് വേണം. അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും കാണും. ഇതിനെല്ലാം പുറമെ ഇപ്പൊ പേടിയാ, രാവും പകലും പേടിയാ. തൽക്കാലം ഇത് വെക്കേ. അത് സാരില്ല, എനിക്ക് കുറച്ച് നാളത്തേക്ക് സ്ഥിരം പണിയുണ്ട്. അതുകൊണ്ട് വലിയ സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുകൊണ്ടൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. നാളെ മുടിയാട്ടമുണ്ട് കടലാശ്ശേരിയില്, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. വത്സല നടന്നു, സന്ധ്യയായി.
നമ്മുടെ കുട്ടനെ പോലീസ് പിടിച്ചോണ്ട് പോയത് അറിഞ്ഞോ? അവരവനെ ഒരുപാട് തല്ലി. ഞാൻ അവനെ കാണാൻ പോയിരുന്നു. കേൾക്കണുണ്ടോ ഞാൻ പറയുന്നത്? അവനെ ഒന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ ആരുമില്ല. ഞാൻ ഈ നാട് മുഴുവൻ കരഞ്ഞ് യാചിച്ചു. ആരും ഒരു സഹായവും ചെയ്തില്ല. നമ്മുടെ കുട്ടിയെ അവര് കൊന്നുകളയോ? എന്നാ ഞാനും വരും അടുത്തേക്ക്. സുഭദ്രേ, അമ്മ ആരോടാ സംസാരിക്കണേ? നിന്റെ അച്ഛനോട്. പറയണ്ട എല്ലാ കാര്യവും. അച്ഛനോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ പറയാ? അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഇന്നലെ രാത്രിയില് നിന്റെ അച്ഛൻ വന്നിരുന്ന എന്റെ അടുത്ത് ഒരുപാട് നേരം എന്നെ നോക്കി നിന്നു. ഞാനൊന്നും മിണ്ടിയില്ല. സുഭദ്രേ, സുഭദ്രേ, ആ? എഴുന്നേക്ക്. വരൂ. അച്ഛൻ വിഷമിച്ചിട്ടുണ്ടാവോ വത്സലേ? സുഭദ്രേ, വരൂ. നമ്മുടെ വിഷമങ്ങൾ പറയേണ്ടത് മരിച്ചുപോയവരോടല്ല, ദേവിയോടാണ്. ഉവ്വ്, ദേവിയോട് പറയണം. അതിനല്ലേ പോകുന്നത് കടലാശ്ശേരിയില്. അയ്യോ, എന്നാ അത്? ആ, നാളെ. നാളെ ഞാനും ഉണ്ട്. ഈ അവസ്ഥയിൽ സുഭദ്ര വന്നില്ലെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാം. എന്തായി മുത്തപ്പൻ പറയണേ? എല്ലാ വർഷവും ആടാറുള്ളതല്ലേ ആ നടക്കല്. നാളെ എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ദേവി എന്താ വിചാരിക്ക? എല്ലാരും വേണം. ജാനുവും കാർത്തുവും തങ്കമ്മയും എല്ലാരും കൊണ്ടുപോണം. അല്ല സുഭദ്ര, കുമാരൻ കൂടെ ഇല്ലാതെ എങ്ങനെയാ? അത് സാരമില്ല. അവന്റെ കാര്യം കൂടി പറയാനാ ഞാൻ പോണത്. എന്റെ തലവിധി മോശല്ലേ ഇപ്പോ? മോശ, തീരെ മോശ. വെറുതെ അനുഭവിക്ക എന്നെ. എന്തായാലും കടലാശ്ശേരിക്ക് നാളെ ഞാനും ഉണ്ട്.